ക്രിയാറ്റിൻ എടുത്തിട്ട് എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇത്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടോ നോക്കിയാലോ. DHT അല്ലെങ്കിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ജനറ്റിക്കലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഹെയർ ലോസിന്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത്. ഒരു ചെറിയ പെർസെൻറ്റേജ് സ്റ്റഡീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്ന ആളുകളിൽ DHTയുടെ അളവ് ചെറിയ തോതിൽ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ജനറ്റിക് ഹെയർ ലോസ് അല്ലെങ്കിൽ ബാൾനെസ് ഉള്ള ആളുകളിൽ മാത്രമാണ് ക്രിയാറ്റിൻ കഴിക്കുന്ന സമയത്ത് ചെറിയ തരത്തിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉള്ള മുടി കൊഴിച്ചിൽ കൂടുന്നത് എന്നർത്ഥം. പക്ഷേ നോർമലി ഹെയർ ലോസ് ഇല്ലാത്ത ഒരാൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാവാനൊരു ചാൻസ് ഇല്ല. ഹെയർ ലോസ് പലപ്പോഴും ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക്കലി എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ, ഹോർമോണലി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഹെയർ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കാരണമാണ് നമ്മൾക്ക് ഹെയർ ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ക്രിയാറ്റിൻ എടുക്കുന്ന സമയത്ത് ക്വാളിറ്റി ഉള്ളതും ആവശ്യത്തിന് എമൗണ്ട് മാത്രം കഴിക്കുക, അതുപോലെ തന്നെ പ്രോപ്പർ ഹൈഡ്രേഷൻ കൊടുക്കുകയും കൂടെ ചെയ്യണം. ക്രിയാറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മറ്റൊരു റീലിൽ പറയാം.